ഇതൊക്കെ ചോദിക്കുന്നതിന് മുന്നേ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ബാക്കിയുള്ളതൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടും? എന്റെ റിസോഴ്സസ്, അതിലേക്ക് എത്താനുള്ള എന്റെ കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് ആര് തരും? എനിക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിയോ, നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് പല പല സാഹചര്യങ്ങളിലാണ് അല്ലെ? അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ശരിയല്ലേ? അതൊന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും അത് നമ്മുടെ കൺട്രോളിലാണ്. അത് നമ്മുടെ തീരുമാനമാണ്. നമ്മളാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി, നമ്മൾക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിന്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നമുക്ക് മാത്രമാണ്. ഏത് കോടീശ്വരനാണെങ്കിലും ഏത് സാധാരണക്കാരനാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു സംഭവമാണ് 24 മണിക്കൂർ എന്നുള്ളത്. അത് ആർക്കും തന്നെ കൂടുതലായിട്ടും കിട്ടുന്നില്ല, അതിൽ കൂടുതൽ ആർക്കും കിട്ടുന്നില്ല, അതിൽ കുറവും ആർക്കും കിട്ടുന്നില്ല. റൈറ്റ്? എല്ലാ ആൾക്കാരും പറയാറുണ്ടല്ലേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയുന്നത് സമയമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലേ. എങ്കിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ആ വിലപ്പെട്ട സാധനം എന്ന് പറയുന്ന ആ സമയം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ആ വിലപ്പെട്ടത് ഒരുപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ശരിയാണ് അല്ലെ? അപ്പൊ നിങ്ങൾ പറയും, സമയം കിട്ടിയത് കൊണ്ട് മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളതൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടും? എന്റെ റിസോഴ്സസ്, അതിലേക്ക് എത്താനുള്ള എന്റെ കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് ആര് തരും? എനിക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിക്കുന്നതിന് മുന്നേ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് കിട്ടിയ ഈ 24 അവേഴ്സ്, ഈ 24 മണിക്കൂർ നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിമാനിക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ഞാൻ എന്റെ സമയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്, അതിൽ എനിക്ക് വളരെയധികം പ്രൗഡാണ്, ഞാൻ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് ആ സമയം ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്തതിൽ എന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ 24 അവേഴ്സ് നിങ്ങൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത് എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. നിങ്ങളെ ഗോളുകൾ, ഒരു മാസം, നെക്സ്റ്റ് മന്തിൽ നിങ്ങൾ ഏത് ലെവലിലാണ് നിങ്ങൾ എത്തുന്നത്, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് 6 മന്തിൽ നിങ്ങൾ ഏത് ലെവലിലാണ് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. ഈ എഴുതി വെക്കുന്ന പേപ്പർ നിങ്ങളോട് പറയും, നിങ്ങൾ ജീവിതത്തില് ചെറിയ ചെറിയ കൂട്ടി വെക്കുന്ന ചെറിയ കാര്യങ്ങൾ, നിങ്ങൾ ആ സമയം വയസ്സായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, നിങ്ങൾ പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആ ഒരു സമയം വേസ്റ്റ് ആക്കാതെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ പേപ്പർ തന്നെ നിങ്ങളോട് പറയും നാളെ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ. അപ്പൊ നിങ്ങൾ എന്താ, എപ്പോഴും ശരിക്കും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് അത് തീരുമാനിക്കുന്നത്. ചിലരൊക്കെ പറയും, ഒരു ദിവസം കൊണ്ടാണ് എന്റെ ജീവിതം മാറാൻ പോകുന്നത്. ചിലര് ലക്കിനെ ആശ്രയിച്ച് നിൽക്കും. ഭാഗ്യം, എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഭാഗ്യം ഉള്ളത് കൊണ്ട് അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റി, എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എനിക്കിത് കിട്ടും എന്നുള്ള ഒരു മെന്റാലിറ്റി കുറച്ചു പേരാണെങ്കിലും ആ ഒരു മെന്റാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഭാഗ്യത്തിലേക്കെല്ലാം നമ്മൾ വിട്ടുകൊടുക്കുന്നു അല്ലെ? നിങ്ങൾ വിജയിച്ചു എന്ന് വിചാരിക്കുന്ന ആൾക്കാരില് എത്ര ശതമാനം ആൾക്കാർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊരു ഭാഗ്യമാണോ? വിജയിച്ചവരില് 1% അല്ലെങ്കിൽ ഒരു 2% മാത്രമേ ഉള്ളൂ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം തന്നെ സ്വന്തം അധ്വാനം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട്, അതിന് വിയർപ്പൊഴുക്കിയിട്ട് ആ സ്ട്രഗിളിൽ കൂടി കടന്നുപോയ ആൾക്കാരാണ് ബാക്കിയുള്ള 98%. അവര് കഷ്ടപ്പെടാൻ തയ്യാറായവരാണ്, അവർക്ക് കിട്ടിയ സമയത്തോട് നീതി കാണിക്കാൻ തയ്യാറായവരാണ്, അവർക്ക് കിട്ടിയ കഴിവിനോട് നീതി കാണിക്കാൻ തയ്യാറായവരാണ്. ടൈം എന്ന് പറയുന്നത് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് സമയത്തിന് ഇത്രയും വില കൊടുത്തത് എന്ന് നിങ്ങൾക്ക് അറിയാവോ? ഓരോ സെക്കൻഡും, സെക്കൻഡ് ബൈ സെക്കൻഡ് സമയത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും വില വരുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. എന്താണ് ജീവിതം? സെക്കൻഡ് ആഫ്റ്റർ സെക്കൻഡ് അല്ലെ? ഓരോ സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ്, ഓരോ സെക്കൻഡുകൾ ഇങ്ങനെ പിന്നിടുമ്പോഴും, ഓരോ മിനിറ്റുകൾ പിന്നിടുമ്പോഴും ജീവിതത്തിന്റെ ഓരോ നല്ല സമയങ്ങളും കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സമയത്തിന്റെ ഒഴുക്ക്, അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നുമല്ല, സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ജീവിതം സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ജീവിതം ഒരിക്കലും നമുക്ക് കിട്ടുന്ന ഒരു സമയം ജീവിതം സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്നല്ല ഞാൻ ഒരിക്കലും പറഞ്ഞു വരുന്നത്. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കണം, ഇതൊരു എക്സ്ക്യൂസ് ആണോ? നമ്മളോട് തന്നെ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണോ എന്നുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. നമ്മളോട് തന്നെ നിരന്തരം എന്ത് പറയും? ഇത് എന്റെ ജീവിതമാണ്, ഇത് എന്റെ സമയമാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എനിക്ക് ചെയ്യും, ഞാൻ രാത്രി മുഴുവൻ സിനിമ കണ്ടുകൊണ്ട് ഞാൻ ഇരുന്ന് സമയം കളയും, അല്ലെങ്കിൽ ഞാൻ പകൽ മുഴുവൻ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ട് അതിലേക്ക് എന്റെ സമയം ഞാൻ സ്പെൻഡ് ചെയ്യും. ഇത് എന്റെ ലൈഫല്ലേ, ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയാറുണ്ട് അല്ലെ? എന്തെങ്കിലും ഒന്ന് നമ്മൾ ഒരാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, എനിക്ക് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ കിടക്കാനാണ് ഇഷ്ടം, നിനക്കെന്താ വേണോ അതിന്? ഇതെന്റെ ലൈഫാണ്, ഞാനത് ജീവിച്ചു തീർക്കും എങ്ങനെയാണെങ്കിലും, ഇതെന്റെ ഇഷ്ടമാണ് എന്ന് നമ്മൾ പറയും അല്ലെ?
അങ്ങനെ പറയുന്നവര്, പുറമേ പറയുന്നവര്, അവർക്ക് അവരുടെ ഉള്ളിന്റെ ഉള്ളില് അവരൊന്ന് ചോദിച്ചു നോക്കട്ടെ, ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചു നോക്കട്ടെ, ഇതാണോ നീ ശരിക്കും കംഫർട്ട് സോണിലാണോ നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നിന്റെ ജീവിതം നീ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ അവിടുന്ന് തന്നെ നിനക്ക് കിട്ടും. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഒരു 100% ആൾക്കാരും പറയുന്ന ഒരു കാര്യം, 100% ജീവിതത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ് എനിക്ക് സമയമില്ല എന്നുള്ള കാര്യം. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും നഷ്ടപ്പെടുത്തുന്ന സമയത്തിന്റെ കണക്കെടുത്താൽ മാത്രം മതി ഇത് നുണയാണ്, ഇത് നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. നമ്മളെ ചുറ്റുമുള്ള പല ആൾക്കാരെയും നമ്മളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പലരും നേടിയവരാണ് അവര്, പലതും നേടിയവരാണ് അവര്. അവർക്ക് കിട്ടിയ സമയമല്ലേ നമുക്കും തന്നത്? അവർക്ക് കിട്ടിയ ഇതേ സമയം, നമുക്ക് കിട്ടിയ ഇതേ സമയമാണ് അവർക്കും ലഭിച്ചത്. അവരത് വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അവർക്കും ഇതുപോലെ നമ്മളെപ്പോലെ 24 hours ആയിരുന്നില്ലേ? അവർക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? അവർക്ക് കഴിയുമെങ്കിൽ ഇത് നമുക്കും കഴിയും. അവർക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ, അതിനു വേണ്ടിയിട്ട് അവർക്ക് പ്രയത്നിക്കാൻ കഴിയുമെങ്കിൽ നമുക്കും സ്വപ്നം കാണാനുള്ള അവകാശമുണ്ട്. നമുക്കും അത് പ്രയത്നിക്കുവാനായിട്ട്, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുവാനായിട്ട് നമുക്കും കഴിയും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളിൽ തന്നെ കൊണ്ടുവരിക. സമയമില്ല എന്ന് നമ്മൾ പറയുന്നത് നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ നുണയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളത് വിസ്മരിക്കാതിരിക്കുക. ശരിക്കും നിങ്ങൾ പറയാണ്, ഇനി നിങ്ങൾ നേരെ തിരിച്ചു പറയാണ്, എനിക്ക് സമയമുണ്ട്, എനിക്ക് പക്ഷെ മറ്റു കാര്യങ്ങളാണ് ഇല്ലാത്തത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് അതിനുള്ള റിസോഴ്സ് ഇല്ല, എനിക്ക് അതിനുള്ള മാൻ പവർ ഇല്ല. ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കയ്യിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് എങ്കിൽ, ഈ വീഡിയോ കാണാൻ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളും നിങ്ങൾക്ക് കിട്ടിയ റിസോഴ്സസും ചെറുതല്ല. നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് എന്താണ് പറ്റുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിക്കുക. നിങ്ങൾ ലെവൽ 1 ആണെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 10ലേക്ക് എത്താനുള്ള ആ ഒരു മാർഗങ്ങൾ, ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. നിങ്ങൾ സമയത്തെ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു തോന്നല് നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ കയ്യില് ഒരു 1 lakh rupees ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ. ഈ 1 lakh rupees നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ അതിൽ നിന്നും എത്രത്തോളം യൂസ് ചെയ്യുന്നുവോ, നിങ്ങൾ ഒരു 50,000 യൂസ് ചെയ്തു, വൈകുന്നേരം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ 12 o'clock ആകുമ്പോഴത്തേനും നിങ്ങൾ 50,000 യൂസ് ചെയ്തുള്ളൂ എങ്കിൽ ബാക്കി 50,000 നിങ്ങളുടെ കയ്യിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം നമ്മൾ ആ 1 lakh ആ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ശരിയല്ലേ? അതുപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ മുന്നിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച്, നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ എന്തിനാണ് ആ ഒരു ലേസി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നത്, മടി പിടിച്ചിരിക്കുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ആരെങ്കിലും ഒക്കെ വന്ന് ചെയ്തു തരും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി പറഞ്ഞു വിടും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ വയസ്സായിട്ട് ചിന്തിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വേണം, വിജയം വേണം എന്ന് മാത്രം ആഗ്രഹിച്ചാൽ പോരാ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക കൂടി വേണം. ശരിയല്ലേ?